ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. മണി ഹേസ്റ്റിന്റെ ലോകത്തിൽ നിന്ന് വീണ്ടും ഒരു ഫ്രാഞ്ചൈസി സീരീസ്. അപ്പോൾ ബെർലിൻ ആൻഡ് ദ ലേഡി വിത്ത് ആൻ എർമൈൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 8 എപ്പിസോഡുള്ള ഒരു സീരീസ് ആണ്. ബെർലിന്റെ ഓൾറെഡി നമ്മൾ സീസൺ 1 കണ്ടിട്ടുണ്ടായിരുന്നു. പാരീസിൽ നടക്കുന്ന ഒരു റോബറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഇവർ നടത്തുന്ന ഒരു റോബറി അല്ലെങ്കിൽ ഒരു മോഷണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്ന ഒരു സീരീസ് ആണ് ഇത്. സോ അപ്പം നമ്മുടെ പഴയ ആൾക്കാരൊക്കെ തന്നെ ബെർലിനും കെയ്ല ഡാമിൻ അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ആൾക്കാർ, ബ്രൂസ് ആയിക്കോട്ടെ, റോയ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്ത്. സോ അപ്പോൾ സീരീസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട ഒരു മണി ഹേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ കണ്ട ബെർലിൻ ആ ഒരു സീരീസ് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു റോബറി ഒരു കാശുകാരൻ്റെ, അതായത് ഒരു കോടീശ്വരൻ, ആ നാട്ടിലൊരു കോടീശ്വരൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം കാശും കാര്യങ്ങളും ഒക്കെ, അതായത് അങ്ങനെ അടപടലെ മോട്ടിക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ദെൻ അത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു മിഷൻ വരുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു ഡാവിഞ്ചിയുടെ ഒരു പെയിന്റിങ് വേണം, അതായത് ലേഡി വിത്ത് ആൻ എർമൈൻ എന്ന് പറയുന്ന ഒരു പെയിന്റിങ് എനിക്ക് നിങ്ങൾ എടുത്തു തരണം. മിക്ക രാജ്യങ്ങളിലും ഉള്ള പെയിന്റിങ്ങുകളെല്ലാം പുള്ളിക്കാരൻ കളക്ട് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ ഈ ലേഡി വിത്ത് ആൻ എർമൈൻ എന്ന് പറഞ്ഞ പെയിന്റിങ് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കുന്നുണ്ട്. ഇവർ അത് എടുത്തു തരാം എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരനെ മൊത്തത്തിൽ ലൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. സോ ഇതാണ് ബേസിക്കലി ഇതിനകത്തുള്ള കണ്ടന്റ്. അപ്പം ആദ്യമായിട്ടാണല്ലോ ഇവർക്ക് ഇങ്ങോട്ടൊരു മിഷൻ വരുന്നത്. നോർമലി ഇവരായിട്ടൊരു മിഷൻ അങ്ങോട്ട് ചൂസ് ചെയ്ത് ഇവരങ്ങോട്ട് പോകല്ലേ. ഇപ്പം ഇത് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്, അങ്ങനെ വന്ന അവസാനം. അപ്പം ഫസ്റ്റ് നോർമലി നമ്മൾ ഈ ഒരു എപ്പിസോഡ്സ് കാണുമ്പോൾ ഉള്ള നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ് കാണും. ഇനി അടുത്തത് എന്താ ലാസ്റ്റ് കൊണ്ട് അങ്ങനത്തെ ഒരു പീക്ക് എൻഡിങ്ങിലൊക്കെ നിർത്തുന്നതൊക്കെ. പക്ഷെ ഇതിനകത്ത് സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചു ജസ്റ്റ് സ്റ്റോറിലോട്ട് ഇറങ്ങുന്നതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഒരു മൊത്തം 8 എപ്പിസോഡല്ലോ, ഇതിൻ്റെ ഒരു 5-6 എപ്പിസോഡ് വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ തീർക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അതായത് ഒരു സൈഡിൽ കൂടെ കേലയുടെ ഒക്കെ ത്രികോണ ബന്ധം, അത് വിറ്റത്, അത് വേറൊരു വഴിക്ക്. പിന്നെ അതൊരു ഡാമേൻ്റെ ഒരു റിലേഷൻഷിപ്പ്, പുള്ളിക്കാരന് ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളിലായിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളും, അത് വേറൊരു വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ബെർലിൻ്റെ ആണെങ്കിലും, ബെർലിൻ ഇങ്ങനെ സിംഗിൾ ലൈഫ് എൻജോയ് നടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈഫിലോട്ട് ഈ കണ്ടേല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നതും അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു ബന്ധങ്ങളും, അല്ലെങ്കിൽ മണി ഹേസ്റ്റ് സീരീസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ. അപ്പം അതൊക്കെയാണ് കാണിച്ചു വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഈ റോബറിയെ പറ്റിയുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇവർക്ക് ടഫാണ്, ഇവരത് എന്താ പറയുക ഓവർകം ചെയ്യും എന്ന് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ലാസ്റ്റ് 7th എപ്പിസോഡ് അല്ലെങ്കിൽ 8th എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്കാണ് പിന്നെയും ഇതുവരെ കണ്ട എപ്പിസോഡുകളെ വെച്ച് ശകലമെങ്കിലും ഒന്ന് കയറിപ്പോകുന്ന രീതിക്കുള്ള കുറച്ച് സാധനങ്ങളുള്ളതൊക്കെ. പക്ഷേ ഈവൻ ആ കാണിക്കുന്ന റോബറീസ് ആണെങ്കിൽ പോലും എനിക്ക് അത്ര കൺവിൻസ്ഡ് ആയിട്ടില്ല. ഇവരുടെ റോബറീസും കാര്യങ്ങളാണെങ്കിൽ കൺവിൻസ്ഡ് മീൻസ് വേറെ ഒന്നും അല്ല, നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നിയില്ല. എടാ മോനെ പൊളി എന്ന് പറയുന്ന രീതിക്ക് നമുക്ക് തോന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് അങ്ങ് കഴിഞ്ഞതുപോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലാണ്. ഐ മീൻ ഇവര് ആദ്യമായിട്ടല്ലല്ലോ റോബർ ചെയ്യുന്നത്. ഇവരെ പറ്റി നമുക്കറിയാം, ഇവർക്ക് എന്താണ് കേപ്പബിൾ എന്നുള്ളതും ഇവർക്ക് എന്താണ് കേപ്പബിൾ അല്ലാത്തതും ഒക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണല്ലോ. സോ അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു റോബറി അല്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു സാധനം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇതിനകത്ത് ഒരു സാധനം മാത്രം, അതായത് ഒരു റോബറി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാൽ പോലും അതായത് ഈ പെയിന്റിങ്ങുകളൊക്കെ ഇരിക്കുന്നിടത്ത് ഇവർ പോകുന്ന ഒരു സീനുണ്ട്. അതായത് ഇങ്ങേറെ ഈ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനും കാണാനും വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവർ ഈ കുറച്ച് ടെക്നോളജി പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അത് മാത്രമുണ്ട് ലൈറ്റ്ലി കുറച്ച് ഇഷ്ടപ്പെട്ടത് എനിക്ക്. ബാക്കിയൊക്കെ എനിക്ക് പേഴ്സണലി കമ്പാരിറ്റീവ്ലി ഇവരുടെ പാരീസിലെ അത് വെച്ച് നോക്കുകയാണെങ്കിലും മണി ഹേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ടുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഈ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ബെർലിൻ ആൻഡ് ദ ലേഡി വിത്ത് ആൻ എർമൈൻ എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സീസൺ 2ൻ്റെ ഈ ഒരു 8 എപ്പിസോഡിൽ നിന്ന് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ചുമ്മാ നിങ്ങൾക്ക് കണ്ടു നോക്കാം. പിന്നെ അതുപോലെ ഇതിനകത്തൊരു ക്യാമിയോ റോൾ വരുന്നുണ്ട്, നമ്മുടെ പ്രൊഫസറിൻ്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ പുള്ളി വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വരും, എന്തൊക്കെയോ പൊളിക്കുമെന്ന്. പക്ഷെ ഒന്നുമില്ലടി, പുള്ളി വരിക, ബെർലിൻ്റെ കുറച്ച് പ്ലാനും കേൾക്കുക, ആണോ ഓക്കെ ബൈ, തീർന്നു. പുള്ളി അതുപോലെ അങ്ങ് പോവുകയാണ്. അല്ലാണ്ട് ഇവരുടെ റോബറി പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ പ്ലാനിങ്ങിനകത്ത് കൂട്ടി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. ഈ ബെർലിൻ പറയുന്നതും കാര്യങ്ങൾ കേൾക്കുക, ബെർലിൻ പറയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ പ്രൊഫസർ പറഞ്ഞാൽ ഓക്കെ ബെർലിൻ അങ്ങനെ അങ്ങ് പോവുക. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തൊരു ക്യാരക്ടറിൻ്റെ അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതിൽ കണ്ടു നോക്കുക. അതായത് ലാസ്റ്റ് എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ക്യാരക്ടറിനെ ഇവർ
വിട്ട് കളയുന്നുണ്ട്. അത് അവരൊരു സെന്റിമെന്റ്സ് ഹുക്ക് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് വർക്കായിട്ടില്ല. കാരണം ഇങ്ങനെ അവരൊരു ടീംമേറ്റ്സിനെ വിട്ട് കളയുമോ എന്നൊക്കെയുള്ള ഒരു തോന്നല്. ഒരു 6 എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈം മണി ഹെയ്സ്റ്റിന്റെ വേൾഡിൽ നിന്ന്, അല്ലെങ്കിൽ ബെർലിൻ്റെ ഒരു എപ്പിസോഡിൽ നിന്ന്, അല്ലെങ്കിൽ ബെർലിൻ്റെ ഒരു സീസണിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നത്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഭയങ്കര വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് കണ്ടു നോക്കണം. നമ്മൾ ഓൾറെഡി കണ്ടുപോകും, നമ്മൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇരുന്ന് കണ്ടുപോകും. കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ അവരുടെ സീസൺസ് ഒക്കെ ഫോളോ ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഇവരുടെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടുവരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ള ഒരു നിലയ്ക്ക് നമ്മൾ ഓരോ എപ്പിസോഡും നമ്മൾ ചിലപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് ക്യൂരിയോസിറ്റിയിലൊക്കെ നമ്മൾ ഇന്ന് കണ്ടുപോകും. നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. സോ അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഇഷ്ടമുള്ള കണ്ടു നോക്കാം. ബെർലിൻ ആൻഡ് ദ ലേഡി വിത്ത് ആൻ എർമൈൻ എന്ന് പറയുന്ന ഈ ഒരു സീസൺ 2 8 എപ്പിസോഡ്സ്. സോ സംഭവം നെറ്റ്ഫ്ലിക്സ് തന്നെ ഉണ്ട്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ വേറെ എവിടെയൊക്കെ കിട്ടുമെന്നുള്ളത്. വേണമെങ്കിൽ അവിടെ നല്ല എടുത്ത് കാണാവുന്നതാണ്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഇങ്ങനെയുള്ള 8 എപ്പിസോഡ്, ലാസ്റ്റത്തെ 2 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും ബെറ്റർ എന്ന് പറയുന്ന സാധനങ്ങൾ. ബാക്കിയെല്ലാം സോ അതാണ് ബെർലിൻ ആൻഡ് ദ ലേഡി വിത്ത് ആൻ എർമൈൻ എന്ന് പറയുന്ന ഈ ഒരു സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.